അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. അതോടുകൂടി 8-ാമത്തെ അധ്യായം പൂർത്തിയാവുകയും ചെയ്യും. തയാ യുക്താ ഹി കുർവന്തി സ്വാനി കാര്യാണി തേ സുരാം സൈവ കാരണകാര്യേഷു പ്രത്യക്ഷേണാവഗമ്യത്തെ. സഗുണാ നിർഗുണാ സാതു ദ്വിധാ പ്രോക്താ മനീഷിഭിഃ. സഗുണാ രാഗിഭിഃ സേവ്യാ നിർഗുണാ തു വിരാഗിഭിഃ. ധർമാർത്ഥകാമമോക്ഷാണാം സ്വാമിനീ സാ നിരാകുലാ. ദദാതി വാഞ്ഛിതാൻ കാമാൻ പൂജിതാ വിധിപൂർവകം. ന ജാനന്തി ജനാ മൂഢാസ്താം സദാ മായയാവൃതാം. ജാനന്തോപി നരാ കേചിൽ മോഹയന്തി പരാനപി. പണ്ഡിതാസ്വോദരാർത്ഥം വൈ പാഖണ്ഡാനി പൃഥക് പൃഥക് പ്രവർത്തയന്തി കലിനാ പ്രേരിതാ മന്ദചേതസ. കലാവസ്മിൻ മഹാഭാഗാ നാനാഭേദസമുദ്ധിതാം. നാന്യേ യുഗേ തഥാ ധർമാ വേദബാഹ്യാ കഥഞ്ചന. വിഷ്ണുശ്ചരത്യസാവുഗ്രം തപോ വർഷാണ്യനേകശാം. ബ്രഹ്മാഹരസ്ത്രയോ ദേവാ ധ്യായന്ത കമപി ധ്രുവം. കാമയാന സദാ കാമം തേ ത്രയഃ സർവദൈവ ഹി യജന്തി യജ്ഞാൻ വിവിധാൻ
ബ്രഹ്മവിഷ്ണുമഹേശ്വരാ തേ വൈ ശക്തിം പരാം ദേവീം ബ്രഹ്മാഖ്യാം പരമാത്മികാം ധ്യായന്തി മനസാ നിത്യം നിത്യാം മത്വാ സനാതനീം തസ്മാൽ ശക്തി സദാ സേവ്യാ വിദ്വദ്ഭിഃ കൃതനിശ്ചയൈ നിശ്ചയ സർവശാസ്ത്രാണാം ജ്ഞാതവ്യോ മുനിസത്തമാ കൃഷ്ണാച്ഛ്രുതം മയാ ചൈതത്തേന ജ്ഞാതം തു നാരദാൽ പിതു സകാശാത്തേനാപി ബ്രഹ്മണാ വിഷ്ണുവാക്യത ന ശ്രോതവ്യം ന മന്തവ്യം അന്യേഷാം വചനം ബുധൈ ശക്തിരേവ സദാ സേവ്യ വിദ്വദ്ഭിഃ കൃതനിശ്ചയൈ പ്രത്യക്ഷമപി ദ്രഷ്ടവ്യമശക്തസ്യ വിചേഷ്ടിതം അതഃ സർവേഷു ഭൂതേഷു ജ്ഞാതവ്യാ ശക്തിരേവ ഹി. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം. അതിൽ 8-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 51 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഇപ്പോൾ അതിനെ ആസ്പദമാക്കി തർജ്ജമയായി നതോന്നതാവൃത്തത്തിൽ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവജനമെല്ലാവരും ആശക്തിക്കു അധീനം താൻ കാര്യകാരണരൂപേണ ശക്തി താൻ സത്യം. സഗുണയാം ശക്തിയായി സകാമന്മാരാശ്രയിക്കും നിർഗുണയായി നിഷ്കാമരും ഉപാസിക്കുന്നു. ധർമ്മമർത്ഥകാമമോക്ഷത്തിനധീശയ ആശക്തിയെ വിധി പോൽ പൂജിച്ച സർവകാമം സാധിക്കും. മായയിൽ പെട്ടതാം മൂഢർ ശക്തിയെ അറിയുന്നില്ല. അറിയുന്നോരപരരെ തെറ്റായി കാണിക്കും. കലിപ്രേരിതരായി വിചാരങ്ങളറ്റ പണ്ഡിതന്മാർ വയറിനായി നിരീശ്വരവാദം നടത്തും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഭാഗ്യവാന്മാരെ കലിയുഗത്തിലോ വേദബാഹ്യമായി പല ധർമ്മങ്ങളുണ്ടാകും നിശ്ചയം തന്നെ. വേദവിഹിതമല്ലാത്ത ധർമ്മങ്ങൾ കലിയിൽ മാത്രം മറ്റു യുഗങ്ങളിലിതു ഉണ്ടാവുന്നില്ല. വിഷ്ണുദേവൻ നിരവധി വർഷമായി തപം ചെയ്യുന്നു. വിഷ്ണുവിനെ പോൽ ബ്രഹ്മാവും മഹാദേവനും. വിശ്വത്തിങ്കൽ ആരെയോ നിരന്തരമായി ധ്യാനിക്കുന്നു. വിസ്മയത്തിനു കാരണമാമിതു സത്യം. എന്തോയൊന്നു
ആഗ്രഹിപ്പു മൂന്നു പേരും മതിനാലെ എപ്പോഴും പലവിധമാം യജ്ഞങ്ങൾ ചെയ്വൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരമാത്മസ്വരൂപിണി പരയായ ആശക്തിയെ പറയുന്നു ബ്രഹ്മമെന്നു ത്രിമൂർത്തികളും. പരമമാം ഭക്തിയോടെ ആ ദേവിയെ മനസ്സിങ്കൽ നിത്യയായി സനാതനയായി ധ്യാനിച്ചിടുന്നു. അതുകൊണ്ടു അചഞ്ചല ബുദ്ധിയുള്ള പണ്ഡിതന്മാർ ആ ശക്തിയെ തന്നെ സദാ ഉപാസിക്കണം. അഖില ശാസ്ത്രങ്ങളുടെ പൊരുളെന്നും മുനിമാരെ അതു തന്നെയാണെന്നതും അറിഞ്ഞിടേണം. കൃഷ്ണദ്വൈപായനിൽ നിന്നും ഞാനറിഞ്ഞു അദ്ദേഹമോ അതിനെ പഠിച്ചതു നാരദനിൽ നിന്നും. നാരദനോ പിതാവായ ബ്രഹ്മാവിൽ നിന്നും അറിഞ്ഞു വിഷ്ണുവിങ്കൽ നിന്നു ബ്രഹ്മൻ മനസ്സിലാക്കി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം. വിദ്വാൻമാരോ മറ്റുള്ളവർ തൻ്റെ വാക്കു കേൾക്കുകയോ വിശേഷേണ ചിന്തിക്കയോ വേണമെന്നില്ല. വിശ്വസ്വരൂപിണിയാകും പരാശക്തിയെ സദാപി സംശയലേശമെന്നെ ഉപാസിച്ചാൽ മതി. അറിഞ്ഞിടാം പ്രത്യക്ഷമായി ശക്തിയില്ലാത്തോന്റെ ചേഷ്ട അഖിലവും നിറയുന്നു ആ പരാശക്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരോപാസനയായി നാം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 55-ാമത്തെ ദിവസം. ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പ്രഭാഷണ രൂപത്തിലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് പാരായണം ചെയ്തും
ഭാഷാഗാനമായുമൊക്കെ അനുസ്മരിച്ചത്. ഇവിടെ 39-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തയായുക്താഹി കുർവന്തി സ്വാനി കാര്യാണി തേസുരാഹ സൈവ കാരണകാര്യേഷു പ്രത്യക്ഷേണ അവഗമ്യത്തെ. അപ്പം ഈ ദേവന്മാരൊക്കെ ശക്തിക്ക് അധീനരായിട്ടാണ് അവരവരുടെ സ്വാനി കാര്യാണി, അവരവരുടെ കർമ്മങ്ങളൊക്കെ കുർവന്തി ചെയ്യുന്നത്. അപ്പോൾ കാര്യമായും കാരണമായും പ്രത്യക്ഷമായി അറിയപ്പെടുന്നത് സത്യത്തിൽ ആ ദേവി തന്നെയാണ്. ആ ദേവി സഗുണാ നിർഗുണാ സാതു ദ്വിധാ പ്രോക്താ മനീഷിഭി സഗുണാ രാഗിഭി സേവ്യ നിർഗുണാതു വിരാഗിഭി. ഈ ശക്തി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സഗുണമായിട്ടുള്ള ഭാവത്തിലും മറ്റൊന്ന് നിർഗുണമായിട്ടുള്ള ഭാവത്തിലും. അപ്പോൾ ആരാത് പറയണത്? മനീഷിഭി, അറിവുള്ള ആളുകൾ ഇതിനെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ എങ്ങനെയുള്ള ആളുകളാണ് സഗുണോപാസകന്മാരായിട്ട് തീരുക? അത് ആഗ്രഹങ്ങൾ, സകാമന്മാർക്ക്, ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ശക്തിയാണ് സഗുണഭാവം. എന്നാൽ നിഷ്കാമന്മാരായിട്ടുള്ള ആളുകൾക്കോ ഒന്നും ആഗ്രഹിക്കാത്ത ന നാഗപൃഷ്ടം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധിർ അപുനർഭവം വാ, ഒന്നും ആഗ്രഹിക്കാതെ, മുക്തി പോലും ആഗ്രഹിക്കാത്ത ആളുകൾക്ക്, നിർഗുണഭക്തന്മാർക്ക്, നിഷ്കാമഭക്തന്മാർക്ക് ഉപാസിക്കാവുന്ന മൂർത്തിയാണ് നിർഗുണ. ധർമാർത്ഥകാമമോക്ഷാണാം സ്വാമിനി സാ നിരാകുല ദദാതി വാഞ്ചിതാൻ കാമാൻ പൂജിത വിധിപൂർവകം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിനെ 4 പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. ഈ 4 പുരുഷാർത്ഥങ്ങൾക്ക് അധീശയാണ്, സ്വാമിയാണ് നിരാകുല സാ ശക്തി, നിരാകുലയായിരിക്കുന്ന ആ ശക്തി. വേണ്ട പോലെ വിധിപൂർവകം പൂജിത, വേണ്ട പോലെ നമ്മൾ ആ ശക്തിയെ പൂജിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് മുഴുവൻ, ദദാതി വാഞ്ചിതാൻ കാമാൻ, ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ, ആ കാമങ്ങളെ മുഴുവൻ ദേവി നൽകുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ്, ന ജാനന്തി ജനാമൂഢാസ്താം സദാ മായയാവൃത ജാനന്തോപി നരാ കേചിൽ മോഹയന്തി പരാനപി. ന ജാനന്തി ജനാമൂഢ, മൂഢന്മാരായിട്ടുള്ള ആളുകൾ, അവർ മായയാവൃത, മായാവലയത്തിൽ, മായയാൽ ആവരണം ചെയ്യപ്പെട്ട മൂഢന്മാര് ആ ശക്തി സ്വരൂപിണിയെ വേണ്ട പോലെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ചില മനുഷ്യർ അവര് ജാനന്തോപി നരാക്കേറ്റിൽ, അങ്ങനെ അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും മറ്റുള്ളവരെ മോഹയന്തി പരാനപി, മറ്റുള്ള ആളുകളെ, പരന്മാരെ, മറ്റുള്ള ആളുകളെയും മോഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. പണ്ഡിത സ്വോദരാർത്ഥം വൈ പാഖണ്ഡാനി പൃഥക് പൃഥക് പ്രവർത്തയന്തി കലിനാ പ്രേരിത മന്ദചേതസ. കലിയാൽ പ്രേരിപ്പിക്കപ്പെടുന്നത് കൊണ്ട്, കലിയുടെ ശക്തി കൊണ്ട് വിചാരശക്തി നഷ്ടപ്പെട്ട പണ്ഡിതന്മാർ സോദരാർത്ഥം, എന്തിനു വേണ്ടിയിട്ടാ? ഉദരാർത്ഥം, അവരവരുടെ ഉദരപൂരണത്തിന്, വയറു നിറയ്ക്കാൻ വേണ്ടി ഓരോരോ തരത്തിൽ പൃഥക് പൃഥക് പാഖണ്ഡാനി, ഓരോരോ നിരീശ്വരവാദങ്ങൾ ഉന്നയിക്കുന്നു ഈ ലോകത്ത്. കലാവസ്മിൻ മഹാഭാഗ നാനാഭേദ സമുദ്ധിത നാന്യേ യുഗേ തഥാ ധർമ്മ വേദബാഹ്യ കഥം ചന. ഹേ ഭാഗ്യവാന്മാരെ, ഈ കലിയുഗത്തിൽ വേദബാഹ്യമായി പല ഭേദങ്ങളോടുകൂടിയ ധർമ്മങ്ങൾ ഉണ്ടാവുന്നു. വേദവിഹിതമല്ലാത്ത അനേകം ധർമ്മങ്ങൾ ഈ കലികാലത്ത് നാം എടുക്കുന്നു, അല്ലേ? അപ്പൊ കലിയുഗത്തിൽ വേദത്തിന് വിപരീതമായിട്ടുള്ള പല തരത്തിലുള്ള ധർമ്മങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ മറ്റു യുഗങ്ങളിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നാന്യയുഗേ തഥാ, മറ്റു യുഗങ്ങളില്ലാത്ത തരത്തിലുള്ള വേദബാഹ്യമായിട്ടുള്ള ധർമ്മങ്ങൾ ഈ യുഗത്തിൽ ധാരാളമായിട്ട് ഉണ്ടാവുന്നു. വിഷ്ണുശ്ചരത്യസാവുഗ്രം തപോവർഷാണ്യനേകശാം ബ്രഹ്മാഹരസ്ത്രയോ ദേവാ ധ്യായന്ത കമപി ധ്രുവം. ഈ വിഷ്ണു
കുറേ വർഷങ്ങളായി അത്യുഗ്രമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവ്, അതേപോലെ മഹാദേവൻ ഉൾപ്പെടെയുള്ള 3 ദേവന്മാർ എന്ന് വെച്ചാൽ വിഷ്ണു അടക്കമുള്ള ത്രിമൂർത്തികൾ ആരെയാണോ തീർച്ചയായും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, അത് ആരാണോ അത് ആ ശക്തി തന്നെയാണെന്ന് പറയുകയാണ് പിന്നീട്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, കാമയാന സദാ കാമം തേത്രയ സർവദൈവഹി യജന്തി യജ്ഞാൻ വിവിധാൻ വിഷ്ണു ബ്രഹ്മവിഷ്ണു മഹേശ്വരാഹ. 3 പേരും ത്രയഹ സദാ എന്തോ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ അത് നേടാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരാഹ, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഈ പലതരത്തിലുള്ള യജന്തി യജ്ഞാൻ വിവിധാൻ പലതരത്തിലുള്ള യജ്ഞങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേ വൈ ശക്തിം പരാം ദേവീം ബ്രഹ്മാഖ്യാം. അവിടെ പറയുന്നു, ആരെയാണ് ബ്രഹ്മാഖ്യാം പരമാത്മികാം ധ്യായന്തി മനസാ നിത്യം നിത്യാം മത്വാ സനാതനി. ബ്രഹ്മം എന്ന് പറയുന്നത് ആരാണ്? പരമാത്മസ്വരൂപമാണ് അല്ലേ? ആ പരയായിരിക്കുന്ന ശക്തി, അതാണ് ബ്രഹ്മം. ആ ദേവിയെ അവർ ധ്യായന്തി മനസാ നിത്യം, നിത്യം അവർ മനസ്സുകൊണ്ട് ആ ദേവിയെ ധ്യാനിക്കുന്നു. നിത്യയായും സനാതന സ്വരൂപിണിയായും കരുതി ധ്യാനിക്കുന്നു. നിത്യം നിത്യാം മത്വാ സനാതനിം ധ്യായന്തി മനസാ, മനസ്സുകൊണ്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, തസ്മാൽ ശക്തി സദാ സേവ്യ വിദ്വദ്ഭികൃത നിശ്ചയൈ നിശ്ചയ സർവശാസ്ത്രാണാം ജ്ഞാതവ്യോ മുനിസത്തമ. അതുകൊണ്ട് നിശ്ചയബുദ്ധി വന്ന പണ്ഡിതന്മാർ ശക്തിയെ ഉപാസിക്കണം എന്നാണ്. അപ്പോൾ ഹേ മുനിമാരെ, മുനീശ്വരന്മാരെ പറയുകയാണ് അവിടെ, നിങ്ങളും ആ ഭഗവതിയെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ പറയുകയാണ്, തസ്മാത് ശക്തി സദാസേവ്യ. അതുകൊണ്ട് നിശ്ചയബുദ്ധി കൃതനിശ്ചയി വിദ്വദ്ഭി, നിശ്ചയബുദ്ധി വന്ന പണ്ഡിതന്മാർ സദാ ശക്തിയെ ഉപാസിക്കണം. നിശ്ചയ സർവശാസ്ത്രാണാം ജ്ഞാതവ്യോ മുനിസത്തമ. അല്ലയോ ഹേ ഋഷീശ്വരന്മാരെ, എല്ലാ ശാസ്ത്രങ്ങളുടെയും പൊരുൾ എന്ന് പറയുന്നത് എന്താണ്? ആ ശക്തി തന്നെയാണ് എന്ന് അറിയൂ. ഇത് പറയുകയാണ്, കൃഷ്ണാച്യുതം മയാ ചൈതത്തേന ജ്ഞാനം തു നാരദാൽ പിതു സകാശാത്തേനാപി ബ്രഹ്മണ വിഷ്ണുവാകൃത. ഇത് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇതെനിക്ക് എവിടുന്നാണ് കിട്ടിയത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറഞ്ഞത്. കൃഷ്ണദ്വൈപാനിൽ നിന്നാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. കൃഷ്ണദ്വൈപാനൻ പഠിച്ചതോ നാരദനിൽ നിന്ന്. നാരദൻ എൻ്റെ പിതാവായി, തൻ്റെ പിതാവായിരിക്കുന്ന ബ്രഹ്മാവിൽ നിന്ന് പഠിച്ചു. ബ്രഹ്മാവ് പഠിച്ചതോ വിഷ്ണുവിൽ നിന്ന്. ഈ പരമമായ ശക്തി, ആ ദേവീഭാവം, ബ്രഹ്മസ്വരൂപം, അതേക്കുറിച്ച് പഠിച്ചത് കൃഷ്ണദ്വൈപായനിൽ നിന്നാണ്, വേദവ്യാസനിൽ നിന്നാണ് ഞാൻ ഇത് കേട്ടത്. വേദവ്യാസം പഠിച്ചതോ നാരദനിൽ നിന്ന്. നാരദൻ തൻ്റെ പിതാവായ ബ്രഹ്മാവിൽ നിന്ന്. ബ്രഹ്മാവ് തൻ്റെ പിതാവായ, അല്ലെങ്കിൽ താൻ ആരിൽ നിന്നാണോ നിർമ്മിക്കപ്പെട്ടത്, ആ ചൈതന്യമായ ഭഗവാൻ വിഷ്ണുവിൽ നിന്ന്, വിഷ്ണുവിൻ്റെ നാഭീപങ്കജത്തിൽ നിന്നാണ് ബ്രഹ്മാവുണ്ടായത് എന്നത് വളരെ പ്രസിദ്ധം. ന ശ്രോതവ്യം ന മന്തവ്യം അന്യേഷാം വചനം ബുധൈ ശക്തിരേവ സദാ സേവ്യ വിദ്വദ്ഭി കൃതനിശ്ചയൈ. ശക്തിരേവ സദാ സേവ്യ വിദ്വദ്ഭി കൃതനിശ്ചയൈ എന്നാണ്. അപ്പോൾ അത് ആ നേരത്തെയും പറഞ്ഞു അല്ലേ, ആ വിദ്വദ്ഭി കൃതനിശ്ചയൈ സേവ്യ സദാ എന്നുള്ളത്. അപ്പോൾ ആ ശക്തിയെയാണ് സേവിക്കേണ്ടത് എന്നുള്ളത് ഈ 50-ാമത്തെ ശ്ലോകത്തിൻ്റെ 2-ാമത്തെ വരിയിലും അത് തന്നെ പറയുന്നു. ശക്തിരേവ സദാ സേവ്യ വിദ്വദ്ഭി കൃതനിശ്ചയൈ. വിദ്വാൻമാൻ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ന ശ്രോതവ്യം ന മന്തവ്യം അന്യേഷാം വചനം ബുധൈ. ബുധന്മാരായിട്ടുള്ള ആളുകൾ, വിദ്വാൻമാരെ, സന്ദേഹം നശിച്ചു കഴിഞ്ഞു അല്ലേ, പണ്ഡിതന്മാരെ, അവരെന്ത് ചെയ്യണം? സത്യമറിയാൻ ആ പരാശക്തിയെ സദാ ഉപാസിക്കുകയാണ് വേണ്ടത്. പ്രത്യക്ഷമപി ദ്രഷ്ടവ്യമശകതസ്യ വിചേഷ്ടിതം അതഃ സർവേഷു ഭൂതേഷു
ജ്ഞാതവ്യാ ശക്തിരേവഹി. പ്രത്യക്ഷമായിട്ടത് അറിയാൻ കഴിയും, ശക്തിയില്ലാത്തവൻ്റെ ചേഷ്ടകൾ. അതുകൊണ്ട് എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത്, സർവഭൂതസ്ഥിതയായിരിക്കുന്നത് ആ ശക്തി തന്നെയാണ്. അത സർവേഷു ഭൂതേഷു ജ്ഞാതവ്യ ശക്തിരേവഹി. ആ ശക്തി തന്നെയാണ് എന്ന് അറിയുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായം അമ്മയുടെ പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നത്. നാളെ 9-ാമത്തെ അധ്യായത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഭഗവാൻ അമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മൾ 9-ാമത്തെ അധ്യായത്തോടുകൂടി പ്രഭാഷണം തുടങ്ങാറാവട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.